ധന്യ, ഇന്ത്യ അമേരിക്ക സൗഹൃദം ഇനിയില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ അകന്നു കഴിഞ്ഞു. അവിശ്വാസത്തോടെ അല്ലാണ്ട് ഇനി എത്ര വലിയ ഒത്തുതീർപ്പുണ്ടായാലും ഇന്ത്യ ഇനി ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അമേരിക്കയെ നമ്പിയാൽ ആകും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ അയൽ രാജ്യമായ ചൈനയുമായിട്ടുള്ള ശത്രുതയൊക്കെ ഇനി നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുകയാണ്. അയൽക്കാർ തമ്മിൽ ഇനി അടികൂടിയിട്ട് കാര്യമില്ല, ഒത്തു നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ റഷ്യയുമുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യ, ചൈന, റഷ്യ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൊട്ടടുത്ത രാജ്യമെന്ന ഇന്ത്യ ചൈന ഭായ് ബന്ധം, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും ഈ പുതിയ സാഹചര്യത്തിൽ? ഇപ്പോൾ ട്രംപിന്റെ വിദേശ നയ പ്രത്യയശാസ്ത്രം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ പുതിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അക്രമാസക്തവും ഗുരുതരാപരവുമായ സമീപനം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അകറ്റി ചൈനയുടെ കൈപ്പിടിയിലേക്ക് നീക്കുകയാണെന്നാണ് വിദേശ വിദഗ്ധർ പറയുന്നത്. ഇത് അമേരിക്കയുടെ ദശാബ്ദങ്ങളുടെ തന്ത്രപരമായ നേട്ടത്തിന് നേരെയുള്ള ഒരു പ്രതിസന്ധിയായി മാറാം. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ എക്കാലത്തെയും ആഗ്രഹം. ആ ആഗ്രഹം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയും ചൈനയും കൂടി ഇപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട് ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനം ഈ മാറ്റത്തിനൊരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. 3 വർഷത്തിന് ശേഷമുള്ള ഈ ഉയർന്ന തലത്തിലുള്ള സന്ദർശനം രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു പുതിയ ശക്തിയായി മാറുന്നു. 1962 യുദ്ധം, 2020 അതിർത്തി ഏറ്റുമുട്ടൽ തുടങ്ങിയ ചരിത്രപരമായ ശത്രുതകൾക്ക് പുറത്തേക്കുള്ള ഒരു നീക്കമാണിത്. ട്രംപ് ഭരണകാലത്തെ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു പ്രത്യേക രീതിയിൽ വികസിച്ചു. എന്നാൽ ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളും ഉപരോധങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ഭീഷണിയായി മാറി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമായ റഷ്യൻ എണ്ണ ഇറക്കുമതി നിരോധിക്കാനുള്ള അമേരിക്കൻ ആവശ്യം ഇന്ത്യ നിരാകരിച്ചതോടെ ബന്ധം തണുപ്പിക്കപ്പെട്ടു. ഇത് ചൈനയ്ക്ക് ഇന്ത്യയുമായി പുതിയ ബന്ധങ്ങൾ വികസിപ്പിക്കുവാനുള്ള ഒരു അവസരമായി മാറി. ഇന്ത്യ ചൈന ബന്ധങ്ങളിലെ ഈ മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഉണ്ടാക്കും. അതായത് ബ്രിക്സ് പോലെയുള്ള സംഘടനകൾക്ക് കൂടുതൽ ശക്തി ലഭിക്കും. അമേരിക്കൻ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യും റഷ്യയുടെ ഊർജം. ബ്രസീലിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ദക്ഷിണാഫ്രിക്കയുടെ ധാതു സമ്പത്ത്, ഇന്ത്യ ചൈനയുടെ നിർമ്മാണ ശേഷി എന്നിവയുടെ സംയോജനം ഒരു പുതിയ ആഗോള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലും. ട്രംപിന്റെ നയങ്ങൾ ചൈനയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അതിനെ കൂടുതൽ ശക്തരായി മാറ്റുമെന്ന് മാത്രമല്ല, വികസ്വര രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാനും അവസരം നൽകി. ഇലക്ട്രിക് വാഹന മേഖല പോലെയുള്ളവയിൽ ചൈനയുടെ ആധിപത്യം ഭാവിയിലെ സാങ്കേതിക വിദ്യാ മേഖലകളിൽ അവരുടെ സ്വാധീനം ഉറപ്പാക്കുന്നു. അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആഗോള വ്യവസ്ഥയുടെ കാലഘട്ടം അവസാനിക്കുകയാണെന്നും ചൈനയും അതിന്റെ പങ്കാളികളും ഒരു പുതിയ ബഹുമുഖ ആഗോള വ്യവസ്ഥയുടെ അടിത്തറയിലാവുകയാണെന്നും തോന്നുന്നു. ലോകാധിപത്യത്തിലെ ഈ മാറ്റം ഭാവിയിലെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തി സന്തുലനത്തെ ഗണനീയമായി മാറ്റിമറിക്കും. പ്രേക്ഷകരെ, ഇത്രയേ ഉള്ളൂ. ഈ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഈ അമേരിക്കയുടെ ഒരു നീക്കം, അല്ലെങ്കിൽ അമേരിക്കയുടെ താരിഫ് യുദ്ധം, ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ശക്തി ഉണ്ടാക്കുന്നു. ഇത്രമാത്രം അതിനെ സിമ്പിളായി നിങ്ങൾ വായിച്ചെടുത്താൽ മതി, അല്ലേ? അതിപ്പോ ഇത്ര സിമ്പിളായിട്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാനായിട്ട് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ, അതേപോലെ തന്നെ അമേരിക്കയുടെ UN-ലെ ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസഡറായിരുന്ന നിക്കി ഹാലെ, ഇവർ രണ്ടുപേരും ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ ആദ്യ ടൈമിൽ ട്രംപിന്റെ അനുയായികളായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികളായിരുന്നു രണ്ടുപേരും. പക്ഷെ പിന്നീട് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ട്രംപിന്റെ വലിയ നോട്ടപ്പുള്ളികളാണ്. ട്രംപിന്റെ കടുത്ത വിമർശകരാണ് ഇവർ രണ്ടുപേരും. അതിൽ ഈ ജോൺ ബോൾട്ടൺ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: അമേരിക്കയെ ഏതാണ്ട് 30 വർഷത്തെ അമേരിക്കയുടെ അധ്വാനം വെറുതെ കളഞ്ഞ ഒരു പരിപാടിയാണ് ട്രംപ് നടപ്പിലാക്കിയത്. കാരണം അമേരിക്ക ഒട്ടും ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ് ഇന്ത്യ ചൈന റഷ്യ സഖ്യം. അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ, അതായത് ഇന്ത്യ പ്രത്യേകിച്ചും ചൈനയുമായി അടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയെ പ്രത്യേക പരിഗണന കൊടുത്ത് സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അത്ര രീതിയിൽ, ചൈന എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ മേഖലയിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാന നോട്ടപ്പുള്ളി ചൈനയാണ്. അപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുന്നത്, അങ്ങനെ ഒരു രണ്ടുപേരും കൂട്ടുകൂടിയാൽ അമേരിക്കയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രശ്നമാവും, സങ്കീർണമാവും. അത് ഒഴിവാക്കാനായിട്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ പരസ്പരം അകറ്റി നിർത്താൻ വേണ്ടി അമേരിക്ക
ഏതാണ്ട് 10-30 വർഷമായിട്ട് പണിപ്പെടുന്നുണ്ടായിരുന്നു. അത് ഒരു 30 ദിവസത്തെ പണി കൊണ്ട് ട്രംപ് ഇല്ലാണ്ടാക്കി. ഇനി ഒരിക്കലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം പഴയ രീതിയിലാകില്ല. ഇന്ത്യ അമേരിക്ക സഖ്യം തന്നെ പിരിഞ്ഞു. ഇനി ഒരു പുനഃസമാഗമം ഉണ്ടായാൽ തന്നെയും അത് ഇന്ത്യ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ അമേരിക്ക എടുക്കില്ല, ഒരു സംശയത്തോടെ നോക്കൂ എന്നാണ് ജോൺ ബോൾട്ടൺ പറഞ്ഞത്. പിന്നീട് ഈ ജോൺ ബോൾട്ടനെ ട്രംപ് ഇത്തരം പറഞ്ഞതിൻ്റെ പേരിൽ ജോൺ ബോൾട്ടനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. സ്വാഭാവികം. പിന്നീട് നിക്കി ഹാലെയും അത്യാവശ്യം ഈ വിദേശ നയങ്ങൾ സംബന്ധിച്ച് കൃത്യമായ നിലപാടുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കണം അവരെ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയുടെ അംബാസഡറായി വെച്ചത്. ഇപ്പം നിക്കി ഹാലെ പറഞ്ഞതും സമാനമായ സംഗതിയാണ്. അതായത് ഈ പാകിസ്ഥാനെയോ ചൈനയോ ഒരു താരിഫ് ഏർപ്പെടുത്തി നിയന്ത്രിക്കുന്നത് പോലെ ഒരിക്കലും ഇന്ത്യയെ ആ രീതിയിൽ പരിഗണിക്കാനേ പാടില്ലായിരുന്നു. ആ രീതിയിലുള്ള പരിഗണന ആയിരുന്നില്ല ഇന്ത്യക്ക് കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, ഈ ചൈന ഒരു ആഗോള ശക്തിയായിട്ട് മാറാൻ ഇപ്പോൾ റഷ്യയെക്കാളും ഉപരി അമേരിക്ക ഭയപ്പെടുന്നത് ചൈനയെയാണ്. കാര്യം ചൈനയുടെ യഥാർത്ഥ വിവരങ്ങളല്ല ലോകത്തിന് മുമ്പിലുള്ളത്. കുറേ കാര്യങ്ങൾ അവർ രഹസ്യമാക്കി വെക്കുന്ന ഒരു ഭരണകൂടമാണ് ചൈന. അപ്പോൾ അങ്ങനെയുള്ളൊരു ചൈന ആഗോള ശക്തിയായിട്ട് മാറുന്നത് ഒഴിവാക്കണമെങ്കിൽ ചൈനയുടെ തൊട്ടടുത്ത് അമേരിക്കയ്ക്ക് സൗഹൃദമുള്ള രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ചൈനയെ നിയന്ത്രിച്ച് നിർത്താൻ, ഏഷ്യയിൽ ചൈനയെ നിയന്ത്രിച്ച് നിർത്താൻ തക്ക ശക്തമായ ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വെച്ചത് അത് വലിയ തിരിച്ചടിയാണ് എന്നാണ് നിക്കി ഹാലെ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ട് പ്രമുഖരാണ്. പിന്നെ ഓപ്ര വിൻഫ്രിയും, പ്രമുഖ മാധ്യമ പ്രവർത്തക ഓപ്ര വിൻഫ്രിയും സമാനമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കാര്യം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു തിരിച്ചടി കൊടുക്കാമെന്നാണ് ട്രംപ് തീരുമാനിച്ചതെങ്കിൽ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തിയാർജിച്ച ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ട്രംപിന്റെ ഈ നയം തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ട്രംപ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന് കടുത്ത വിമർശനവുമായി അല്ലെങ്കിൽ അതിന് കടുത്ത എതിർപ്പുമായി അമേരിക്കയിൽ തന്നെ തലയിൽ ആൾതാമസമുള്ളവർ, അമേരിക്കയിലെ ബുദ്ധിയും ബോധവും ഉള്ളവർ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. അമേരിക്കയെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കാൻ ട്രംപിൻ്റെ ഈ നയങ്ങൾക്ക് കാരണമാകും എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ശക്തി കൂട്ടുന്നു എന്നതാണ് വാസ്തവം. കാരണം ഈ 62 നടന്ന ഒരു ഇന്ത്യ ചൈന യുദ്ധം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വലിയ രീതിയിൽ ബാധിച്ച സംഗതിയാണ്. പിന്നീട് ആ പരിക്കുകൾ പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് വന്നു. പക്ഷേ 2020 ഗാൽവാൻ സംഘർഷമുണ്ടായി. അവിടെ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇത് വീണ്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം ശിഥിലമാക്കുന്നതിന് കാരണമായി. പക്ഷെ ഇപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ട്രംപിന്റെ ഈ നയം വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയും ചൈനയെ സംബന്ധിച്ച് അത് ഉപകാരമാകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുന്നത്. കാര്യം രണ്ട് രാജ്യങ്ങളും സാമ്പത്തികമായി വളരെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഒത്തുനിന്നാൽ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ലിമിറ്റുകളില്ല. അപ്പോൾ അത് ട്രംപ് വൈകിയാണെങ്കിലും മനസ്സിലാക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത്.